റോളി വേൾഡിന്റെ മറ്റൊരു പബ്ലിക് ഒപ്പീനിയനുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി ആര് വരണം എന്നാണ് നമ്മുടെ ജനങ്ങൾക്ക് ആഗ്രഹമെന്ന് നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചറിയാം. ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി ആര് വരണം എന്നാണ് ആഗ്രഹം? ആര് വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. മോദി മാത്രം വരരുത്. മോദി മാത്രം വരരുത്. ആന്റി വളരെ ദയനീയ അവസ്ഥയിലാണ്. അത്രയ്ക്ക് മോദി ഭരണം കൊണ്ട് നമ്മള് വിയർപ്പ് മുട്ടി. ഇനി വയ്യ. ഇനി അടുത്ത വേറൊരു മാറ്റം വരണം. മാറ്റം വന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഉറപ്പാണ്. അപ്പൊ ആര് വരണം എന്നാണ്? ആര് വരണമെന്നില്ല. മോദി സർക്കാർ മാറി വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും കുഴപ്പമില്ല. മോദി വരണം തന്നെയാണ്. അതെ, മോദിയുടെ ഭരണം തന്നെയാണ് ഇഷ്ടം. അതെ അതെ ഇഷ്ടം, ഉറപ്പായിട്ടും നല്ല ഭരണമാണ് പുള്ളി കാഴ്ചവെക്കുന്നത്. അതെ. മണ്ടൻ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ ഈ ചോദിക്കുന്നതേ മണ്ടൻ ചോദ്യമാണ്. എന്തായാലും അടുത്ത ഇതിൽ വരണതും നരേന്ദ്രമോദിയെ വരുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസിന് ശക്തരായ നേതാക്കൾ ഇല്ല അയാളെ എതിർക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വരരുത്, കേരളത്തിൽ നിൽക്കാതെ അയ്യക്കെതിരായിട്ട് നിൽക്കണം. അതാണ് ശക്തനായ നേതാവ്. പക്ഷെ അതില്ല. പിന്നെ ആ ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? ആരാണെന്ന് നമുക്ക് എല്ലാ പേർക്കും അറിയാം. ഏകാധിപത്യ ഭരണമാണ് ഇപ്പം ഇന്ത്യയിൽ നടക്കുന്നത്. ജനാധിപത്യമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം ജനാധിപത്യ ഭരണം ഇല്ല, ഇപ്പൊ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. സംശയം തരും മോദി വരുത്തും. അല്ലെങ്കിൽ അത് ബാലറ്റ് പെട്ടി തന്നെ മാറും. അതറിഞ്ഞൂടെ അല്ലേ നിങ്ങൾക്ക്? 2 മാസം ഇലക്ഷൻ കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് 1 മാസം 2 മാസമൊക്കെ വെച്ചിട്ടാണ് എണ്ണണത്. ആ വെച്ചിട്ട് എണ്ണണ സമയത്ത് ബാലറ്റ് പെട്ടിയുണ്ടല്ലോ, നമ്മൾ വോട്ട് ചെയ്യണം, അതേ പാടയോടെ മാറിയിട്ട് വേറെ കൊണ്ടുവരും. മനസ്സിലായ? അതിനാണ് അവർ ഈ നീട്ടി വിടുന്നത്. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. വുമൺ എംപവർമെന്റ് ആയാലും ബാക്കിയുള്ള ഡെവലപ്മെന്റ് ആയാലും എല്ലാം ഓക്കെയാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധി. മോദിയുടെ ഭരണം മോശം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരാള് വരണമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ മോശം എന്നല്ല നമ്മൾ പറയുന്നത്. നമുക്ക് കൂടുതൽ താല്പര്യം ആരാണ് അവരിലേക്കായിരിക്കും നമ്മൾ ചുരുങ്ങുന്നത്. മോദി ഇനിയും വന്ന ചിലപ്പം ഇതിലും കുറച്ചുകൂടി അദ്ദേഹത്തിന് അത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റിയാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന പല കാര്യങ്ങളുണ്ടാവും. 10 വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, 15 വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആര് വന്നാലും നമുക്കൊന്നു തന്നെ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്ന ഇപ്പൊ ജയിച്ചവര് നമുക്കൊരാവശ്യം നടത്തി തന്നില്ല. ഇതിനു മുമ്പേ 3 പ്രാവശ്യം ജയിച്ചുകൊണ്ട് പോയവര് നമുക്കൊരാവശ്യം നടത്തി തന്നില്ല. ഞങ്ങൾ ആ കടൽ കൊണ്ട് കിട്ടിയാണ് ഞങ്ങൾ അന്നുള്ള ആഹാരം കഴിക്കുന്നത്. ഈ പാലം ഒടിഞ്ഞു കിടക്കുന്നത്. എല്ലാ മന്ത്രിമാരും ജയിച്ചുകൊണ്ട് പോകും മുമ്പേ പറയും, പടിയിച്ചുകൊണ്ട് പറയും, ഞങ്ങള് നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, ഹാർബർ കെട്ടിത്തരാം, മിനി ഹാർബർ കെട്ടിത്തരാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാരും പോയി. ഇനി അടുത്ത് ജയിക്കുന്നവർ എന്തൊരു ചെയ്യുമെന്ന് എന്തൊരു ഉറപ്പുണ്ട്? നിങ്ങളെ പോലെ ഉള്ളവര് 10 പേര് ഇപ്പുറത്ത് നിൽക്കുന്നു, 10 പേര് അപ്പുറത്ത് നിൽക്കുന്നു. ആരുടെ കയ്യിൽ പൈസ കിട്ടും അവര് ഓരോരോ പാർട്ടിയുമായിട്ട് പോകണം. ഞങ്ങൾ അന്ന് ജോലി ചെയ്ത് തന്നെ ഇന്നും അന്നുള്ള ആഹാരം കഴിക്കുന്നത് ഞങ്ങൾ ജോലി ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഉറപ്പാണ്. എന്താണ് ഈ ഭരണം മതിയാക്കിയല്ലോ? മതിയാക്കി. നമ്മൾ മതിയാക്കി. ഇനി വരണ്ട. ഇനി രാഹുൽ ഗാന്ധി വന്നാൽ മാത്രം ഭരണമാറ്റം വരണം. ഉറപ്പായിട്ട് വരണം. അതന്നെ. 10 വർഷമായിട്ട് ഭരിച്ച് അതിനും വികസനങ്ങളൊന്നും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ വികസനമുണ്ട്. അതാണിക്കും എല്ലാ ഭാരതീയർക്കും ഭരണമാറ്റം ആഗ്രഹിക്കണമുണ്ട് എന്നാണ് നമ്മൾ സർവേയിൽ മനസ്സിലാക്കുന്നത്. ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി അല്ല വേറെ ആരായിരുന്നാലും കുഴപ്പമില്ല, ഭരണമാറ്റം വേണം. അത്യാവശ്യം 10 വർഷം കഴിയുമ്പോൾ ജനം മടുക്കും. അത് കഴിഞ്ഞ UPA ഗവൺമെന്റ് ഭരിച്ചപ്പോഴും ലോകത്തിലെ ഏറ്റവും മോശ കാലാവസ്ഥയിൽ ഇന്ത്യ നിലനിർത്തിയതായിരുന്നു മൻമോഹൻ സിംഗ്. 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കടവഴിക്ക് പറഞ്ഞയച്ചു. അതേ അവസ്ഥയ്ക്കാണ് കാരണം. ഇവര് കഴിഞ്ഞ പ്രാവശ്യം കയറി വിദേശത്തുള്ള കള്ളപ്പണമെല്ലാം കണ്ടുപിടിച്ച് 15 ലക്ഷം രൂപ വെച്ച് ആളുകളെ പാക്കറ്റിലിട്ട് തരും. 5 കൊല്ലമായിട്ട് ഒന്നും നടന്നില്ല. കള്ള വാഗ്ദാനങ്ങൾ കൊടുത്തത് പിന്നെ കുറെ വർഗീയത. അത് എല്ലായിടത്തും ഏശയില്ലെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് വർഗീയത കളിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്.
ഇപ്പോഴവര് യു പിയിൽ ഒരു കോവിൽ കൊണ്ട് വെച്ച് കെട്ടി. എല്ലാ കാലത്തും വർഗീയത കാണിച്ച് രാജ്യം ഭരിക്കാന്ന് നോക്കണത് മണ്ടത്തനമെന്നാണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം. നമുക്ക് ഭരണമാറ്റം അത്യാവശ്യമാണ്. മോദി തന്നെ വരണം. മോദി തന്നെ വരണമെന്നാണ് പുള്ളിയുടെ ഭരണമാണ്. ഭരണമുള്ള ആൾക്കാണ് കുറച്ചും കൂടെ പവറും കാര്യങ്ങളും ഉള്ളത്. കാരണം വേറെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ മോദിയും കൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റാ ആക്ച്വലി, പക്ഷെ മോദി തന്നെ വരണം. വേറെ ആരെങ്കിലും വന്ന ഇത് ഇല്ല, മോദിയിൽ അത്രയുള്ള ഒരു വെയിറ്റും പവറുള്ള വേറെ ആരും കണ്ടിട്ടില്ല. കോൺഗ്രസ് വരണം. കോൺഗ്രസ് വരണം. BJP എന്താണ് വെറുതെ കാശ് കൊടുത്ത് ഓരോരുത്തരെ കീശയിലാക്കി വെറുതെ പാർട്ടി ഉണ്ടാക്കി? അതിന്റെ ആവശ്യം എന്താ? ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇപ്പൊ ഉറപ്പായിട്ടും മാറ്റം വരണം. വർഗീയതയല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത്. അത് മാറ്റം വരണം. അത് BJP എന്താ വർഗീയത കൊണ്ട് എന്ത് ഒരു ഇന്ത്യ മൊത്തത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു നിലപാട്. അപ്പൊ അത് മാറ്റം വരാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കോൺഗ്രസ് തന്നെ. അത് എനിക്ക് ആഗ്രഹിക്കുന്നത് പിന്നെ മോദി തന്നെയാണ്. മോദി തന്നെയാണ്. എന്താണ് മോദി എന്ന് പറഞ്ഞാൽ വേറെ എന്നാ പറയാനാ, പക്ഷെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണക്ക് അനുസരിച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്തിട്ടുള്ള വികസനങ്ങള് ജനങ്ങളുടെ അങ്ങനെയൊക്കെ ഉണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറെ പോരായ്മകൾ അങ്ങോട്ട് പറയുന്നുണ്ട്. അത് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും യാതൊരു ഉണ്ടാവുമല്ലോ. പുള്ളി വന്ന വരണമെന്ന വികസനങ്ങളൊക്കെ ഉണ്ടാവും. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യും?